ഇപ്പൊ മീനോണ്ട് വന്ന് പോയിട്ടില്ലല്ലോ. ഇല്ലേ, ഞാനും അതന്നെ നോക്കി നിൽക്കായിരുന്നു. മീനാണെങ്കിലേ ഒരു കൂട്ടാനാ, അല്ലെങ്കിൽ ഒന്നും കൂട്ടാണ്ടാവൂല. ചോറും പാത്രം അങ്ങനെ അങ്ങോട്ട് ഇരിക്കും. അത് ശരിയാ, മീനിന്റെ ഒരു മണെങ്കിലും വേണം കുട്ടികൾക്ക്, എന്നാലേ ചോറ് തിന്നോളൂ. അല്ല നീലു, ഇജ്ജൊരു കാര്യം അറിഞ്ഞോ? എന്ത് ജമീല? കോഴിക്ക് തിന്നണം. നീലമ്മ, അയ്യോ, ഈ കുട്ടി ഒരു കാര്യം സംസാരിക്കാൻ അയക്കൂല. എടി പാറേ, അവിടുന്ന് കുറച്ച് അരി എടുത്ത് കൊടുന്ന് കൊടുത്തേ, ഈ കോഴികൾക്ക് കൊടുക്കാന്. എടി പാറു, വിളിച്ചാലും കേൾക്കൂല. ആ ഫോൺ എടുത്ത് കുത്തിരിക്കണുണ്ടാവും വേണമെങ്കിൽ. എന്ത് ജമീല? ആദ്യം കോഴിക്ക് തിന്നാന്, എന്നിട്ട് മതി വർത്താനം. കണ്ടോ, ഇതാ ജമീല അവളുടെ കാര്യം. കല്ലുമോള് ഉമ്മാന്റെ കോയിനെ നല്ലോണം നോക്കുന്നുണ്ടോ? ഉസ്മാനേക്കാളും കൂടുതലേ കോഴിനെ നോക്കണതേ ഇവളായിരിക്കും. ഓന്റെ നീലു പറയണ്ട. ഈ കോഴികളെ കൊണ്ട് എന്തൊരു ശല്യാന്നറിയോ? ഞാനേ സിറ്റൗട്ടൊക്കെ ഇങ്ങനെ അടിച്ചു ഒരു തുടച്ച് ഇങ്ങനെ ഇട്ടിട്ടുണ്ടാകുക. അപ്പത്തിന് അവിടെയൊക്കെ കേറി അങ്ങോട്ട് വൃത്തിയേടാക്കും. ഇച്ചാണെങ്കിൽ കണ്ണിന്റെ നേര് കണ്ടൂടാ ഈ വിറ്റുകളെ വളർത്തുന്നത്. ഇമ്മക്കാണെങ്കിലോ കോഴി ഇല്ലാതെ പറ്റൂല. ഇന്ന് കല്ല് കോയിന് ഇവിടെ ഇങ്ങനെ നിർത്തിക്കോ, അതാ നല്ലത്. അല്ല നീലോ? ഇന്നപ്പോ കൊയ്സുമ്മ ഇങ്ങോട്ട് തെരഞ്ഞങ്ങോട്ട് വരും. അല്ല കല്ലു? നോ, ഇത് കല്ലുണ്ട് കോഴിയാ. കോഴിക്ക് തിന്നണം. എടി പാറു, ഇതമ്മ, ഞാൻ അവിടെ നിന്ന് വരണ്ടേ, ഇങ്ങോട്ട് വിളിച്ചോണ്ട് ഇനി ഇരിക്കണേ. ഇതെന്തിനാണ് ഇത്ര എടുത്തോണ്ട് നിൽക്കണത്? കോഴിക്ക് കൊടുക്കാനാണ്, അല്ലാതെ പശുവിന് കൊടുക്കാനല്ല. വേണ്ടതെടുത്തോ, എന്നിട്ട് ബാക്കി അങ്ങോട്ട് കൊണ്ടുവച്ചാ പോരെ. അവള് ഒറ്റയടിക്ക് പണി തീർത്തതാ നീലു. പിന്നെ അങ്ങോട്ട് തന്നെ കയറി പോണ്ടല്ലോ അവൾക്ക്. ഇന്ന് കല്ലു ഇട്ട് കൊടുക്ക്. ഹായ് പാർക്കുഞ്ഞമ്മ, സൂപ്പർ. അല്ല ജമീലു, നീ എന്താ പറയുന്നുണ്ടേ പറഞ്ഞത്? അത് പിന്നല്ലേ ഇമ്മ നടക്കാൻ പോയിന്നു, അപ്പൊ കണ്ടതാ. ആ വർഷല്ലേ അവള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിന്ന്. അവൾക്ക് എന്ത് പറ്റി? ആ, വല്ല പനിയോ മറ്റാവും. അല്ല നീലു, ഓൾക്ക് ബോധമൊന്നുമില്ലത്രേ, കണ്ണൊന്നും തുറക്കണില്ലത്രേ. ആ പെണ്ണില്ലേ അതൊക്കെ വിളിച്ചിട്ട് അങ്ങനെ കരയുന്നുണ്ടത്രേ. പക്ഷെ ഓള് കണ്ണു തുറക്കണൊന്നുമില്ലാന്ന്, ഒരേ കടത്താത്രേ കിടക്കണത്. എന്നിട്ട് ആംബുലൻസ് ഒക്കെ വന്നിട്ട് അത്രേ കൊണ്ടിരിക്കണതേ. ആണോ? എന്റെ ഈശ്വരാ, എന്ത് പറ്റി അവൾക്ക്? അയ്യോ, ഞങ്ങൾ പെട്ടോ ചേച്ചി, നമ്മൾ പെട്ടു ചേച്ചി, പെട്ടു. ഇനിയിപ്പോ പ്രേതാന്ന് പറഞ്ഞിട്ട് പേടിച്ചിട്ട് പോരാൻ കേട്ടോ. അയ്യോ, ഇനിയിപ്പോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ ജയിലിൽ പോണ്ടി വരുമോ? ആ മണിമോളും ടുണ്ടുമോളും ഒക്കെ പറഞ്ഞു കൊടുക്കൂലേ? അയ്യോ, സാക്ഷികളുണ്ട്. പെട്ടെന്ന് എല്ലാം കയ്യിൽ പോയി. എന്നാലും അവൾക്ക് എന്ത് പറ്റി പെട്ടെന്ന് ബോധം പോവാൻ? എന്താന്നൊന്നും അറിയില്ല നീലോ. ഓള് ദുഷ്ടത്തേക്ക് തന്നെ ആ കുട്ടിനിട്ട് കഷ്ടപ്പെടുത്തും. എന്നാലും കേട്ടപ്പോ മനസ്സൊക്കെ ഒരു അടങ്ങേറ്. എന്തായാലും ഒരു മനുഷ്യ ജീവിയല്ലേ. ശോ, പാവം. ആര് പാവം? ഓളോ? ഓള് പാവൊന്നല്ല, ഓളെ കെട്ടിയ പാവന്ന്. ആ കുട്ടിയോട് അടങ്ങാറായിന്ന് പറയാം. ആ പെണ്ണുണ്ടല്ലോ മണിമോള്, അവൾക്ക് അവളുടെ അതേ സ്വഭാവമാണ്. അതിപ്പോ എങ്ങനെ നേരാകാനാ? ഓളല്ലേ ആ കുട്ടിക്ക് നല്ലത് പറഞ്ഞ് നന്നാക്കേണ്ടത്. ഓളെന്നെ ഇപ്പൊ ഇങ്ങനെയൊക്കെ തലതിരിഞ്ഞ് നടന്നാലേ പിന്നെ ആ കുട്ടി എവിടെ നന്നാവാനാ? നല്ലത് എന്തെങ്കിലും ആ കുട്ടിക്ക് കേട്ടിട്ട് വേണ്ട നന്നാവണെങ്കില്. അതും ശരിയാട്ടോ, കൊച്ചിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അത് ചെറുപ്പം മുതലേ ഇതല്ലേ കാണുന്നത്. മറ്റേ കുട്ടി ഏട്ടനെ ദ്രോഹിക്കണതല്ലേ, പിന്നപ്പൊ പറയാത്ത കാര്യമൊന്നുമില്ല. അയ്യോ, സീരിയസിനോട് പോയി പറഞ്ഞു കൊടുക്കട്ടെ. ഇനിയിപ്പോ ഈ പെണ്ണിനെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കോ? ശോ, ഈ പെണ്ണിനൊപ്പം കൊണ്ടുപോകേണ്ടിയിരുന്നില്ല. നീലമ്മ, മണിമോളെ മമ്മി, ബൂ! അയ്യോ, പെട്ടു പെട്ടു, ശരിക്കും പെട്ടു. ആ കുഞ്ഞാ, മണിമോളെ മമ്മിക്ക് വാവു അത്രേ, വാവു. ചെറിയമ്മ, ചീത്ത. നീലോ, ആ കുട്ടിക്കും കൂടി അവൾക്ക് അസുഖം പറഞ്ഞപ്പോൾ ചിരി വരുന്നു. ഇന്ന് എന്താ സുലൈമാൻ ഖാൻ കാണാത്തത്? ഇന്ന് മീനില്ലാവോ? അല്ല, ഇന്നപ്പൊ ചിക്കൻ വാങ്ങേണ്ടി വരും. ഇമ്മാക്ക് മീൻ അരച്ചില്ലെങ്കിലേ ചോറേ തിന്നാൻ വെക്കൂല. കുട്ടികളെക്കാളും നീലിനുമ്മാന്ന്. കുട്ടികളൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ഒരു കോഴിമുട്ട പൊരിച്ചു കൊടുത്താലും മതി. പക്ഷെ ഇമ്മ അങ്ങനെയില്ല, ഇമ്മാക്ക് മീൻ തന്നെ ഇങ്ങോട്ട് വേണം. ഇന്ന് കല്ലു, ഇത് പിടിച്ചേ. എടി പെണ്ണെ, അതാ കൊച്ചിന്റെ കൈ കൊടുക്കണ്ടേടി. അവിടെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടേ നീ അത് അകത്തേക്ക് കൊണ്ടുപോയിക്കോ, അല്ലെങ്കിൽ അതൊക്കെ ഉമ്മ നാശാക്കും. ഞാനിപ്പോ ഒക്കെ അടിച്ചു വാരിയിട്ടതാ ഇവിടേക്ക്. ഞാൻ ചെയ്തോളാം. എന്താ ഈ പെണ്ണിനൊരു കള്ള ലക്ഷണം? മണിമോളുടെ മമ്മിക്ക് സുഖമില്ലാത്തതിനാണോ
അവരുടെയൊക്കെ ശത്രുല്ലേ, അവൾക്കൊക്കെ സന്തോഷാവും. അങ്ങനെ സന്തോഷിക്കാൻ പറ്റില്ല. ശത്രുക്കളാണെങ്കിലും അവർക്ക് ഒരു ആപത്ത് വരുമ്പോഴേ നമ്മൾ ചിരിക്കാൻ പറ്റില്ല, അല്ലേ പാറു? ഇല്ലമ്മ, എനിക്ക് നല്ല സങ്കടമുണ്ട്. ഞാൻ ശിവേച്ചിനോടൊക്കെ പോയി പറയട്ടെ. കല്ലു, നീ വരുന്നുണ്ടോ അകത്തേക്ക്? ഇല്ല, കല്ലു മീമി നോക്കാം. ആ കൊച്ചു അവിടെ ഇരുന്നോട്ടെടി, നീ പോയേ. അവളിപ്പോ അവിടെ ഒതുങ്ങിയിരിക്കല്ലേ, അവിടെ ഇരിക്കട്ടെ എന്ന്. ഓളെ കോഴികളെ കണ്ടിട്ട് നോക്കിയിരിക്കണേ. മീന് മീനേ കോയ്. നിങ്ങളെയും കാത്തു നിൽക്കുകയാണ് ഞങ്ങളിവിടെ മീൻ നോക്കിയിട്ട്. എന്താ നീലോ, കൊറേ കോഴിണ്ടല്ലോ, ഒരു കോയിനോട് കാട്ടിക്ക. കൊണ്ടോയിട്ടേ നെയ്ച്ചോർക്ക് ഒരു ചാറങ്ങോട്ട് വെച്ചാ നല്ല രസം ഉണ്ടാവും, നാടൻ കോഴിയേ. ആ ഇപ്പ അത് ഇമ്മാന്റെ കോഴിയാണേ. എന്റെ പഠിച്ചോനെ, ഇന്നാലും ആ കോഴി വേണ്ട. ഓള് കോയിനെങ്ങനെ തൊട്ടാലേ ഇന്നോള് പുളിഞ്ചാറാക്കും. വയലാർ രാമവർമ്മ ആലപ്പുഴ ജില്ലയിലെ വയലാറിൽ ജനിച്ചു. പ്രതിഭാധനനായ കവിയും ഗാനരചയിതാവും, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, സിനിമ, നാടക ഗാനരചനയ്ക്ക് നിരവധി പുരസ്കാരങ്ങൾ എന്നിവ ലഭിച്ചിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലെ വയലാറിൽ ജനിച്ചു. പ്രതിഭാധനനായ കവിയും ഗാനരചയിതാവും, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, സിനിമ, നാടക ഗാനരചനയ്ക്ക് നിരവധി പുരസ്കാരങ്ങൾ എന്നിവ ലഭിച്ചിട്ടുണ്ട്. പ്രധാന കൃതികൾ: സർഗസംഗീതം, പാദമുദ്രകൾ, കൊന്തയും പൂണൂലും, മുളങ്കാട്, എനിക്കു മരണമില്ല, ഒരു ജൂഡാസ് ജനിക്കുന്നു, എന്റെ മറ്റൊരു കവിതകൾ, കല്യാണ സൗഗന്ധികം. അയ്യോ പെണ്ണേ, എനിക്ക് എക്സാം ആവാനായി, ഞാനത് പഠിക്കട്ടെ. ശല്യ ചെയ്യാതെ പോ, നീ ആ സെൽഫിക്കാരന്റെ ഒപ്പം പോയി കളിക്ക്. ആ കല്ലൂനെയും കൂട്ടിക്കോ. ശിവേച്ചി, എല്ലാരും കൂട്ടേണ്ടി വരും. ഇത് അതല്ല. എന്ത് പാറു, എന്താണ്? ഞാനത് പഠിക്കട്ടെ പാറു, ഒന്നും പഠിച്ചില്ല. ഞാൻ എക്സാമിൽ തോറ്റാ അമ്മ എന്നെ ചീത്ത പറയൂലേ? അതിനേക്കാൾ വലിയ ചീത്ത കേൾക്കാൻ പോകാ ശിവേച്ചി നമുക്ക്. എടി പെണ്ണേ, നീ സസ്പെൻസ് ഇടാതെ കാര്യം പറ. അത് പിന്നെ ശിവേച്ചി, മണിമോളുടെ മമ്മിയില്ലേ, മമ്മി ബോധം പോയ ആശുപത്രിയിലാ. ആണോ? നല്ല വാർത്തയാണല്ലോ ഇന്ന്. എന്ത് പറ്റി ശിവേച്ചി? അയ്യോ, പണി പാളിയോ? പാളിയോ ശിവേച്ചി, പണി പാളിയോ? ആരാ നിന്നോട് പറഞ്ഞത്? സത്യാണോ? ആണ് ശിവേച്ചി, സത്യാണ്. സെൽഫിക്കാരന്റെ അമ്മച്ചിയാ പറഞ്ഞത്. അമ്മയോട് വന്നിട്ട് രാവിലെ പറഞ്ഞത് ഞാൻ കേട്ടു. ആംബുലൻസ് യാത്ര കൊണ്ടുപോയിക്കണത്. ബോധമൊന്നുമില്ലത്രേ, കണ്ണൊന്നും തുറക്കണില്ലാന്ന്. മണിമോളൊക്കെ ഉറക്കൊരു തുളയാനുണ്ടത്രേ, പക്ഷെ കണ്ണൊന്നും തുറക്കണില്ല, ആരും നോക്കണില്ലത്രേ. അയ്യോ സീനാണല്ലോ, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യാ? അറിയില്ല ശിവേച്ചി, നമ്മൾ ഇനിയുള്ള കാലം ജയിലിൽ കിടക്കേണ്ടി വരുമോ? പോലീസ് വന്ന് കൊണ്ടുപോകുമോ നമ്മളെ? എടി പാർക്കുട്ടി, എന്താടാ നീ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ? എടി പാർക്കുട്ടി, സന്തോഷവാർത്തടി, മുത്തുനിഞ്ഞുണ്ടല്ലോ, സമാധാനായിട്ട് ജീവിക്കാം. എടി സെൽഫിക്കറെ, ഇജിതെന്താ അറിഞ്ഞിട്ടാ ചിരിക്കുന്നത്? എടി പെണ്ണേ, അപ്പൊ ഇജ്ജ് ഒന്നും അറിഞ്ഞില്ലേ? ആ മണിമോളെ അമ്മേനെ ആശുപത്രി കൊണ്ടുപോയി. അതറിഞ്ഞിട്ട് തകർന്ന് നിക്കാ. എടി ചെറുക്കാ, നമ്മളേക്ക് വന്നിട്ടേ പോലീസ് കൊണ്ടുപോകും. പോലീസോ? എന്തിന്? ഞാനൊന്നും മാറ്റിയിട്ടില്ലല്ലോ ഇനി. ഓർത്ത് നോക്ക്, നമ്മൾ ഇന്നലെ രാത്രി മണിമോൾ മമ്മിനെ പേടിപ്പിച്ചില്ലേ? അത് ശരിയാണല്ലോ. പാർക്കുട്ടി, നമ്മൾ പെട്ടോ? ശരിക്കും പെട്ടു സെൽഫിക്കറെ, ശരിക്കും പെട്ടു. ശിവേച്ചി, നമ്മളെയൊക്കെ തൂക്കിക്കൊല്ലും ഇനിയിപ്പോ കൊണ്ടുപോയിട്ട് പോലീസ്. തൂക്കിക്കൊല്ലൊന്നും ഉണ്ടാവില്ല, ഒരു ജീവൻ വരെയുണ്ടെന്ന് കിട്ടായിരിക്കും. സെൽഫിക്കറെ! അയ്യോ, രണ്ടും കൂടി ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കല്ലേ, അമ്മ കേൾക്കും. നമ്മളാണ് ഉറപ്പൊന്നുമില്ല എല്ലാവർക്കും. ശിവേച്ചി, പോലീസ് വരുമ്പോഴേ നായനെ കൊണ്ടുപോകാനും, എന്നിട്ട് നായ മണത്ത് നോക്കിയാലേ നമ്മുടെ മണം കിട്ടൂലേ നമ്മൾ അവിടെ ഒളിഞ്ഞു നിന്നത്. നമ്മൾ